GFC ട്രീറ്റ്മെൻറ്റ് ഇന്ന് ഹെയർ ലോസ് ആയിട്ട് വരുന്ന പല ക്ലയൻസിനും നമ്മൾ PRPക്ക് പകരം GFC ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി എന്ന് പറയാറുണ്ട്. അതായത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ഈ GFC എന്ന് പറഞ്ഞാൽ. സെയിം തന്നെ നമ്മുടെ PRP പോലെ തന്നെയാണ് ഈ നമ്മുടെ ബ്ലഡ് തന്നെ എടുത്ത് അതിനെ സെൻട്രിഫ്യൂജ് ചെയ്തിട്ടാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ഈ ട്യൂബാണ്. ഈ നോർമലി നമ്മൾ സാധാ ട്യൂബല്ല നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യാൻ എടുക്കുന്നത്. ഇതിന് കുറച്ചുകൂടെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂബ്സ് ഉണ്ട്. ഈ ട്യൂബ്സിനകത്ത് എന്താ പറയുക, ഗ്രോത്ത് ഫാക്ടേഴ്സ് ആക്ടിവേറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ബ്ലഡ് സെൽസിനകത്തെ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ മാത്രം ഡിറൈവ് ചെയ്തിട്ട് അതിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാന്ന് പറയും. കുറച്ചുകൂടെ പ്യുവർ ഫോം ആയിരിക്കും. നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നോർമലി ഒരു രണ്ട് PRPക്കൊക്കെ ഈക്വൽ ആയിരിക്കും ഒരു GFC എന്ന് പറയുന്നത്. അപ്പം നോർമലി ഒരു 6 സെഷൻസ് ഓഫ് PRP നമ്മൾ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ GFCയിലോട്ട് വരുവാണെങ്കിൽ അത് 3 എടുത്താൽ മതി. മാത്രമല്ല ടൈം ഒരു 6 PRP എടുക്കണമെങ്കിൽ ഓരോ മാസം അല്ലെങ്കിൽ 21 ഡേയ്സ് കഴിയുമ്പോൾ ഓരോ PRP ആണ് നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ അത് 6 എണ്ണം എടുക്കുമ്പോഴത്തേക്ക് 6 മാസത്തോളം അടുത്ത് വരുന്നുണ്ട്. പക്ഷേ GFC എന്ന് പറയുമ്പോഴത്തേക്ക് അതും സെയിം ലൈക്കാണ്. 21 to 30 ഡേയ്സിൻ്റെ ഉള്ളിലാണ്, ഓരോ മാസം ഗ്യാപ്പിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം 3 months മതി ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും നമ്മുടെ GFC എന്ന് പറയുന്നത്.